യോശുവ 6:20. ജനം കാഹളനാദം കേട്ട് അത്യുച്ചത്തിൽ ആർപ്പിട്ടപ്പോൾ മതിൽ വീണു. യഹോവയായ ദൈവം യെരിഹോവിനെയും അതിലെ സകലതിനെയും യോശുവയുടെ കയ്യിലേൽപ്പിച്ചു. അതിനെ എങ്ങനെ കീഴ്പ്പെടുത്തണമെന്ന രീതിയും പറഞ്ഞുകൊടുത്തു. 6 ദിവസം യഹോവയുടെ പെട്ടകവും ജനങ്ങളും യെരിഹോ മതിലിന് ചുറ്റും നടന്നു. ആരും ഒരക്ഷരം പോലും സംസാരിച്ചില്ല. എന്നാൽ 7-ാം ദിവസം അവർ 7 പ്രാവശ്യം പട്ടണത്തെ ചുറ്റി. 7-ാം പ്രാവശ്യം അവർ ആർപ്പിട്ടപ്പോൾ യെരിഹോ മതിൽ തകരുവാൻ ഇടയായി. യോശുവയ്ക്കും കൂട്ടർക്കും അത് പിടിച്ചെടുക്കുവാനും സാധിച്ചു. ദൈവം പറയുന്നതനുസരിച്ച് ചുവടുവെച്ചാൽ ദൈവം പരീക്ഷണങ്ങളിൽ നമുക്ക് ജയം നൽകും. നാം ശത്രുവിനെ തോൽപ്പിക്കുവാൻ, ശത്രു കെട്ടിവെച്ചിരിക്കുന്ന മതിൽക്കെട്ട് പോലെയുള്ള തടസ്സങ്ങളെ ജയിക്കുവാൻ വലിയ യുദ്ധമുറയൊന്നും ഉപയോഗിക്കേണ്ട കാര്യമില്ല. ദൈവത്തെ ആരാധിച്ചാൽ മാത്രം മതി. ദൈവമാണ് ശത്രുവിനെ തോൽപ്പിക്കുന്നത്, നാം അല്ല. നാം ഒരു ഉപകരണമായി ദൈവകരങ്ങളിൽ ഇരിക്കുന്നു എന്നേയുള്ളൂ. അതുകൊണ്ട് ശത്രുവിനെ കണ്ട്, തടസ്സങ്ങളെ കണ്ട്, പരീക്ഷണങ്ങളെ കണ്ട് ഭയപ്പെടാതെ സർവശക്തനായ ദൈവത്തെ ആരാധിച്ചുകൊണ്ടേയിരിക്കാം. ദൈവം നമുക്കായി ജയം നൽകും, ഉറപ്പ്. ഇയ്യോബ് 27:23 നാം ഇങ്ങനെ വായിക്കുന്നു: മനുഷ്യൻ അവൻ്റെ നേരെ കൈകൊട്ടും, അവൻ്റെ സ്ഥലത്ത് നിന്ന് അവനെ വിരട്ടി പുറത്താക്കും എന്ന്. നമുക്ക് പോരാട്ടമുള്ളത് മനുഷ്യരോടല്ല, അവരിൽ വ്യാപരിക്കുന്ന അന്ധകാര ശക്തികളോടാണ്. ദുഷ്ടത പ്രവർത്തിക്കുന്ന മനുഷ്യരുടെ ഉള്ളിൽ വസിക്കുന്ന പൈശാചിക ശക്തികളാണ് അവരെ അതിന് പ്രേരിപ്പിക്കുന്നത്. ഇങ്ങനെയുള്ള ദുഷ്ടശക്തികളെ ജയിക്കുവാനുള്ള ഏക മാർഗം ഏക സത്യദൈവമായ വെളിച്ചത്തിൽ വസിക്കുന്നവനും വെളിച്ചങ്ങളുടെ പിതാവുമായവനെ ആരാധിക്കുക എന്നത് മാത്രമാണ്. നമ്മോട് ആര് എന്ത് ദോഷം പ്രവർത്തിച്ചാലും നമുക്കവരോടല്ല യുദ്ധം. നമ്മുടെ ദൈവത്തെ ആരാധിക്കുമ്പോൾ, ഉയർത്തേണ്ടവനെ ഉയർത്തുമ്പോൾ നമ്മുടെ മുന്നിൽ നിന്ന് ശത്രു ഓടിപ്പോകുവാനിടയാകും. രോഗമോ ദുഃഖമോ ദാരിദ്ര്യമോ അസമാധാനമോ എന്തു തന്നെ ദുഷ്ടൻ കൊണ്ടുവന്നാലും അതിനെ തകർത്ത് നമുക്ക് സന്തോഷവും സമാധാനവും സമൃദ്ധിയുമൊക്കെ തരുവാൻ കഴിവുള്ള ദൈവത്തെ നമുക്ക് ആരാധിക്കാം, മഹത്വപ്പെടുത്താം, സ്തുതി സ്തോത്രങ്ങൾ അർപ്പിക്കാം. ആരാധനയ്ക്ക് യോഗ്യനായവനെ നമുക്ക് ആരാധിച്ചുയർത്താം. പ്രാർത്ഥിക്കാം. പ്രിയ പിതാവേ, ശത്രുവിനെ തിരിച്ചറിഞ്ഞ് തോൽപ്പിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ. God bless us all.